ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഈ പ്രപഞ്ചമഖിലവും ഈ വിശ്വമഖിലവും സമ്പൂർണ്ണ ജഗത്തും ശാശ്വതമായി തന്നെ നശ്വരമാണെന്ന് പറഞ്ഞു. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ഭാവത്തോടു കൂടിയത്. നശിക്കുക എന്ന് പറഞ്ഞാൽ കാണാതാവുക. ഇപ്പോൾ ഉള്ളതായ ഒന്നിനെ കാണാതാവുക, അതായത് ഉള്ളതായി അറിയപ്പെടാതിരിക്കുക, അതാണ് നശിക്കുക എന്ന് പറഞ്ഞാൽ. ഇല്ലാതാവുന്നു എന്നർത്ഥമില്ല, അതിൻ്റെ ഭാവത്തെ നമ്മൾ അറിയുന്നില്ല. പിന്നെ നശ അദർശനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് നാശം, നശ്വരം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ സ്വഭാവം കണ്ട് കണ്ട് കാണാണ്ടാവുക എന്നുള്ളതാണ്. തീർത്തും നശ്വരമാണ് ഈ പ്രപഞ്ചം. ഈ ഒരു അറിവ് നിശ്ചിത്യ വാചാ ഗുരോഹോ ഗുരുവിൻ്റെ വാചാ വാക്കുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഈ പ്രപഞ്ചമഖിലവും നശ്വരമാണ് എന്ന് ഗുരുനാഥൻ്റെ ഉപദേശത്തിൽ നിന്ന് ഉറപ്പിച്ചിട്ട് വേദാന്ത വിചാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ച് താൻ ഏതേത് പദാർത്ഥങ്ങളെ, വിഷയങ്ങളെ ബന്ധപ്പെടുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ, അതൊന്നും സ്ഥായി അല്ല എന്നറിയാം. അതെല്ലാം ഉണ്ടായി നശിക്കുന്നതാണ്. ഞാൻ ബന്ധപ്പെടുന്ന, അനുഭവിക്കുന്ന, അറിയുന്ന സകല വിഷയങ്ങളും ഉണ്ടായി നശിക്കുന്നതാണ്. അപ്പം എന്താണ് ഉള്ളത്, എന്താണ് നിത്യമായത്? ഈ ഒരു ചോദ്യം ഉള്ളിൽ അങ്കുരിക്കുന്നു. അപ്പം പ്രപഞ്ചം അനിത്യമാണ്. എന്നാൽ അനിത്യമായ പ്രപഞ്ചത്തിന് നിത്യമായൊരടിത്തറ ഉണ്ടാവണം. നിത്യമായ എന്തോ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ അനിത്യമായതിൻ്റെ പ്രതീതി ഉണ്ടാവുള്ളൂ. അതെന്താണ്? ഈ ഒരു വിവേകം സാധകനിൽ ആരംഭത്തിൽ തന്നെ ഉറയ്ക്കുന്നുണ്ട്. എങ്കിലും ഈ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തലത്തിൽ അറിയാതെ വീണ്ടും വീണ്ടും പല താദാത്മ്യഭാവങ്ങളും വരാം. അവിടെയാണ് തത്വവിജ്ഞാനത്തിനായിക്കൊണ്ട് ഗുരുനാഥനെ പ്രാപിക്കുന്ന സാധകൻ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥനിൽ നിന്ന് സംശയരഹിതമായ ഭാഷയിൽ ശ്രവണം ചെയ്യുകയാണ്. സംശയരഹിതമായ ഭാഷയിൽ. എവിടുന്ന് വരുന്നു സംശയരാഹിത്യം എന്ന് ചോദിച്ചാൽ അത് ഗുരുനാഥൻ്റെ അനുഭവത്തിൻ്റെ ദാർഢ്യമാണ്. സ്വാനുഭൂതിയിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാവാറില്ല. ഇപ്പം പ്രപഞ്ചം നശ്വരമാണ്, ശാശ്വതമായത് ഏകസത്യം മാത്രം എന്നുള്ള ദൃഢമായ ബോധത്തിലാണ് ഗുരുനാഥൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ വാചാ വാക്കുകൊണ്ട്, ഉപദേശം കൊണ്ട് നിശ്ചയിച്ചിട്ട്, അവിടെ നിശ്ചയിച്ചിട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം വിശേഷമായി മനസ്സിലാക്കണം. സാധകൻ സാമാന്യമായി ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തൻ്റെ വിവേകം കൊണ്ട് താൻ മനസ്സിലാക്കിയതിനെ ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട് നിശ്ചയിച്ചു. ഇനി സംശയമില്ല. അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് നിത്യം ബ്രഹ്മനിരന്തരം വിമൃശത. നോക്കൂ, ഈ പ്രപഞ്ചം അനിത്യമാണ് എന്ന് പറയുമ്പോൾ നിശ്ചയമായും അതിനൊരു നിത്യമായ അധിഷ്ഠാനം വേണം. കാരണം അനിത്യമായതൊക്കെ ആവിർഭവിക്കുന്നതും നിലനിൽക്കുന്നതും തിരോഭവിക്കുന്നതുമാണ്. ഇത് അനിത്യമായ എല്ലാത്തിൻ്റെയും സ്വഭാവമാണ്. അപ്പോൾ ആവിർഭവിക്കുക, നിലനിൽക്കുക, തിരോഭവിക്കുക എന്ന് പറയുമ്പോൾ അതിന് നിശ്ചയമായും ആവിർഭവിക്കാത്ത, തിരോഭവിക്കാത്ത ഒരടിസ്ഥാനം വേണം. ഞാൻ നടന്നു നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നീങ്ങാത്തൊരടിത്തറ വേണം. അടിത്തറ നീങ്ങുന്നുവെങ്കിൽ ഞാൻ എത്ര നടന്നാലും നീങ്ങില്ല. നടക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാവും, പക്ഷേ എനിക്ക് സ്ഥാനചലനം സംഭവിക്കില്ല അടിത്തറയിൽ നീങ്ങുന്നുണ്ടെങ്കിൽ. അഥവാ അടിത്തറ വിപരീത ദിശയിൽ നീങ്ങുന്നെങ്കിൽ നടക്കുന്ന മാത്രയിൽ ഞാൻ തെറിച്ചു പോകും. ഇത് രണ്ടും സംഭവിക്കും. അപ്പം നടന്ന് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നീങ്ങാത്തൊരടിത്തറ ഇതേപോലെ ഈ പ്രപഞ്ചമഖിലവും
ഉണ്ടായി നിലനിന്ന് വിലയിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവാത്ത വിലയിക്കാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ. എന്താണ് ആ നിത്യമായത്? അനിത്യമായ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനഭൂതമായ നിത്യം എന്ത്? അതാണിവിടെ പറയുന്നത്. നിത്യം ബ്രഹ്മ. നിത്യമായത് ബ്രഹ്മമാണ്, പരമസത്യമാണ്. ബ്രഹ്മമെന്നുള്ളത് വേദാന്തശാസ്ത്രം പരമമായ സത്യത്തിന് കൽപ്പിക്കുന്ന ഒരു പേര് മാത്രമാണ്. നമ്മളൊരിക്കലും പേരിൽ കയറി കുടുങ്ങിപ്പോകരുത്. വിവിധ ഭാഷകളിൽ വിവിധ പേരുകൾ പറയട്ടെ, പേരിനെ ചൊല്ലി കലഹിക്കേണ്ടതില്ല. പേരുകളെ ചൊല്ലിയുള്ള കലഹങ്ങളാണ് ലോകത്തിലുള്ളത്. സകല മതകലഹങ്ങളും പേരുകളെ ചൊല്ലിയുള്ള കലഹമാണ്. പേരുകളോ കൽപ്പിതങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന ശബ്ദം വേദാന്തശാസ്ത്രം പറയുന്നു, എല്ലാം എന്തിൽ നിന്ന് ബൃഹത്തായിരിക്കുന്നുവോ അതാണ് ബ്രഹ്മം. ബ്രഹ്മണാത് ബ്രഹ്മ. എല്ലാം എന്തിൽ നിന്ന് ബൃഹത്താകുന്നുവോ വിപുലമാകുന്നുവോ ആ അടിസ്ഥാന സത്യത്തെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അപ്പം നിത്യമായ ബ്രഹ്മത്തെ നിരന്തരം വിമർശത, നിരന്തരം വിമർശനം ചെയ്യുന്നവനാൽ. എങ്ങനെ, എന്തിനാൽ വിമർശനം ചെയ്യുന്നവനാൽ? നിർവ്യാജ ശാന്താത്മന, നിർവ്യാജമായ ശാന്തമായ അന്ധകരണത്താൽ വിചാരം ചെയ്യുന്നവനാൽ സകല കർമ്മങ്ങളും അതിക്രമിക്കപ്പെടുന്നു. ആ വിഷയമാണ് തുടർന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.